ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ലുലു സ്പൈസി കുക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് 3 മണിക്കൂറോളം കുതിർത്തിട്ട് ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു സവാളയുടെ 1/4 ഭാഗത്തോളം ഞാൻ ഇതേപോലെ ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ബീൻസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം, തീരെ വെള്ളം ചേർക്കരുത്. ഇതിലേക്ക് മുറിച്ച് വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പച്ചമുളക് ഞാൻ ഒന്നും എടുത്തിട്ടുള്ള വലുതാണ്, ചെറുതായി മുറിക്കണം. അപ്പം ബാക്കി നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഇത്രയും മതിയാവും. അതേപോലെ കുറച്ച് ക്യാപ്സിക്കം ബീൻസും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചേർത്താൽ ശ്രദ്ധിക്കുക. ഞാൻ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ. എന്നിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ വെള്ളം ചേർക്കരുത്, ഡ്രൈ ആയിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ കുഴച്ച് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പം ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. കൈൻ്റെ ഇടയിൽ ഇതേപോലെ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചെറുതായി ഇതേപോലെ തിക്ക് കുറച്ച് പരത്തിയെടുക്കാം. ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൽ നെയ്യ് കുടിച്ചതുപോലെയായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം മാത്രം പൊരിച്ചെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഏകദേശം മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി 2 ഭാഗം ഫ്രൈ ആയി. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേപോലെ സെക്കൻഡ് ട്രിപ്പും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ചെറുതായി തിക്ക് കുറച്ച് പരത്തിരിക്കാൻ ശ്രദ്ധിക്കണം, എങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതേം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായി 2 ഭാഗം ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിതും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തു. കണ്ടില്ല, ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇതിൻ്റെ ഉൾഭാഗം നന്നായി വന്ന് ക്രിസ്പി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പിയിൽ ഉടനെ കാണാം. ബൈ, താങ്ക് യു.